മക്കളെ, അപ്പോൾ നമസ്കാരം. നമ്മളപ്പോൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. അമീൻസ് ആണ് കേട്ടോ. അതായത് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ ആണ് നമ്മൾ അടുത്തത് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അമീൻസ് ആണ് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അതായത് നൈട്രജൻ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകണം. അത് അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ്. നൈട്രജൻ ഗ്രൂപ്പ് വന്നാൽ പോരാ, അതെങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് അമോണിയ ആണ്. അതിനെയാണ് നമ്മൾ അമീൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അമീൻസിനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമോണിയയിൽ 3 ഹൈഡ്രജനാണുള്ളത് അല്ലേ. NH3 എന്ന് പറയുന്നതാണ് അമോണിയ. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റി നിർത്തിയിട്ട് അവിടേക്ക് ഒരു R ഗ്രൂപ്പ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈമറി അമീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ്, അവർ നമ്മൾ പ്രൈമറി അമീൻസ് എന്ന് പറയുന്നു. അടുത്തത് ഇനി ആ NH3യിൽ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ R2NH എന്ന് പറയുന്ന ആളാവും. R2NH ആവും. ഈ R2NHനെ നമ്മൾ സെക്കൻഡറി അമീൻസ് എന്നാണ് പറയുക. അപ്പോൾ ജനറൽ ഫോമിലാണ് R2NH എന്ന് പറയുന്നത്. അതായത് 2 ഹൈഡ്രജന് പകരം അവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ 2 ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ബൈ ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? സെക്കൻഡറി അമീൻസ് എന്ന് പറയുന്നു. ഇനി ആ അമീൻ്റെ കയ്യിലുള്ള 3 ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആരെക്കൊണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ട് 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുകയാണ് ഫ്രം അമോണിയ. നമ്മളത് കിട്ടുന്ന എന്താണ്? ജനറൽ ഫോമുല R3N എന്ന് കിട്ടും. അതിനെ നമ്മൾ ടെറിഷ്യറി അമീൻസ് എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ കേട്ടല്ലോ മക്കൾ. അപ്പോൾ പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, ടെറിഷ്യറി അമീൻ ഉണ്ട്. അങ്ങനെ 3 ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ അമീൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളപ്പോൾ ചാപ്റ്റർ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ അമീൻസിൻ്റെ സ്ട്രക്ചർ, അപ്പോൾ നമുക്ക് 2 തരം അമീൻസ് ഉണ്ട്. ആലിഫാറ്റിക് അമീൻ ഉണ്ട്, അതുപോലെ തന്നെ അറൈൽ അമീൻസ് ഉണ്ട്. അപ്പോൾ ആലിഫാറ്റിക് അമീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ്, നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ 6, അതുപോലെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വന്നിട്ട് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്ന് പറയുന്ന 3 ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ അവർ ആലിഫാറ്റിക് അമീൻസ് എന്ന് പറയാം. അതുപോലെ അരോമാറ്റിക് അമീൻസ് ഉണ്ട്. ഇതിൽ ആലിഫാറ്റിക് അമീൻസ് വരുമ്പോൾ അവർ sp3 ഹൈബ്രൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അമീൻസ് എന്ന് പറയുന്നത് sp3 ഹൈബ്രൈസ്ഡ് ആണ് അമീൻസിൽ നൈട്രജൻ ആറ്റം ഇരിക്കുക. അപ്പോൾ അങ്ങനെ sp3 ഹൈബ്രൈസ്ഡ് ആയിട്ടുള്ള അമീൻ്റെ അവരുടെ ജോമെട്രിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡലായിരിക്കും. അപ്പോൾ ജോമെട്രിക്കൽ സ്ട്രക്ചർ എന്താണ്? നൈട്രജൻ്റെ ഹൈബ്രൈസേഷൻ sp3 ആണ്. ജോമെട്രിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡൽ സ്ട്രക്ചറാണ്. അപ്പോൾ അത് ആലിഫാറ്റിക് അമീൻ്റെ ആണ് കേട്ടോ മക്കളെ, പിരമിഡൽ ഷേപ്പ് ഉള്ളത്. അപ്പോൾ ആ സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. sp3 ഹൈബ്രൈസർ ആണ് നൈട്രജൻ, അതുപോലെ തന്നെ പിരമിഡ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്തപ്പോൾ ആരോമാറ്റിക് അമീൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നൈട്രജൻ്റെ കയ്യിൽ ഒരു ലോൺ പെയർ ആണുള്ളത് അല്ലേ. കണ്ടോ, മുകളിൽ കിടക്കുന്നുണ്ടോ? നൈട്രജൻ്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഒരു പാർഷ്യലി ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതൊരു കോൺജുഗേഷനാണ്. എൻ്ററിങ് ടു കോൺജുഗേഷൻ വിത്ത് ദ ബെൻസീൻ റിങ്. ബെൻസീൻ റിങ്ങുമായിട്ട് ഒരു കോൺജുഗേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഒരു റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടാക്കും അവിടെ. അപ്പോൾ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ ആണ് ആര് കാണിക്കുക? അമീൻസും കാണിക്കാം. അപ്പോൾ എന്താ പറയുന്നത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദ നൈട്രജൻ ആറ്റം എൻറ്റർ ഇൻ ടു ദ കോൺജുഗേഷൻ വിത്ത് ദ ബെൻസീൻ റിങ് ഗിവിങ് കാർബൺ ആൻഡ് നൈട്രജൻ ബോണ്ട് പാർഷ്യലി ഡബിൾ ബോണ്ട്. അപ്പോൾ ഒരു പാർഷ്യലി ഡബിൾ ബോണ്ട് ആണ് കാണിക്കുക. അപ്പോൾ ലോൺ പെയർ എങ്ങോട്ട് ചാടുന്നു? നൈട്രജനും കാർബണും തമ്മിലുള്ള ബോണ്ടിലേക്ക് ചാടി ഒരു പാർഷ്യലി ഡബിൾ ബോണ്ടിലേക്കായിട്ട് മാറുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ പ്രിപ്പറേഷൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രിപ്പറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിന് ഇപ്പോൾ കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ആൽഡിഹൈഡും കീറ്റോൺസും ഒന്നും പഠിച്ച പോലെ അത്ര ധാരാളം റിയാക്ഷൻസ് ഒന്നുമില്ല. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. എന്നാലും എന്താണ്, വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ പറയുന്നത് ഹോഫ്മാൻസ് അമോണോലിസിസ് ആണ്. അപ്പോൾ അമോണോലിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡാണ്. ആൽക്കൈൽ ഹാലൈഡിനെയാണ് നമ്മൾ അമോണോലിസിസ് ചെയ്യുന്നത്. അപ്പോൾ RX ആൽക്കൈൽ ഹാലൈഡിലേക്ക് അമോണിയ വെച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അമോണോലിസിസ് എന്ന് വെച്ചാൽ എന്താ? അമോണിയനെ ആഡ് ചെയ്യണം. അപ്പോൾ അമോണിയനെ ആഡ് ചെയ്തിട്ട് ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നു, പിന്നീട് അതിലേക്ക് ബേസിക് മീഡിയം കൊടുത്തിട്ട് പ്രൈമറി അമീനെ കിട്ടുന്നു. അങ്ങനെ പ്രൈമറി അമീൻ കിട്ടി. ഇനി ആ പ്രൈമറി അമീനിലേക്ക് വീണ്ടും ഹാലൈഡിനെ ആഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡറി അമീൻ കിട്ടും. സെക്കൻഡറി അമീൻ
സെക്കൻഡറി അമീനിലേക്ക് വീണ്ടും നമ്മൾ RXനെ ആഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് ടെർഷ്യറി അമീൻ കിട്ടും. ടെർഷ്യറി അമീനെ വീണ്ടും RXനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അമോണിയം സാൾട്ട് കിട്ടും. കണ്ടോ, R4N+ എന്ന് പറയുന്ന ഒരു അമോണിയം സോൾട്ട് കിട്ടും. അപ്പോൾ അതാണ്, അതായത് എക്സസ് ആൽക്കൈൽ ഹാലൈഡ് വരികയാണെങ്കിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ടെർഷ്യറി എന്ന രീതിയിലേക്ക് ആക്കാനായിട്ട്. പക്ഷെ മക്കളെ, എക്സസ് അമോണിയ ആണ് നമ്മളവിടെ എടുത്തിരിക്കുന്നത്. എക്സസ് അമോണിയ ആണ് എടുത്തിരിക്കുന്നത്. മേജർ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൈമറി അമീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സസ് അമോണിയും അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് കുറവാണെങ്കിൽ എക്സസ് അമോണിയയുടെ പ്രസൻസിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓൺലി എന്തായിരിക്കും? പ്രൈമറി അമീൻ ആയിരിക്കും. എന്നാൽ നമ്മൾ എക്സസ് ആൽക്കൈൽ ഹാലൈഡ് എക്സസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരിക ഏതായിരിക്കും? നമ്മുടെ അമോണിയം സോൾട്ട് ഉണ്ടല്ലോ, R4N+ എന്ന് പറയുന്ന അമോണിയം സോൾട്ടാണ് അവിടെ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് എക്സസ് ആയി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്രൈമറി സെക്കൻഡറി ആക്കി മാറ്റാം, ടെർഷ്യറി ആക്കി മാറ്റാം, അതുപോലെ തന്നെ അമോണിയം സോൾട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് അമൈഡുകളാണ്. അമൈഡ്സ് ആയിട്ട്, അതായത് കാർബോക്സിലിക് ഡെറിവേറ്റീവ് ആണ്, കാർബോക്സിലിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ അമൈഡ് എന്ന് പറയുന്നത്. ആ അമൈഡിലേക്ക് നമ്മൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റുകൾ വെച്ചിട്ട് റിഡക്ഷൻ നടത്തണം. അങ്ങനെ റിഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് അമീൻസ് ആക്കി മാറ്റാം. അത് പ്രൈമറി അമീനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അമൈഡിൽ നിന്ന് പ്രൈമറി അമീൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ കയറി വരികയാണ്. അതുകൊണ്ടാണ് റിഡക്ഷൻ ഓഫ് അമൈഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ബ്രോമൈഡ് റിയാക്ഷൻ വെച്ചാൽ ബ്രോമിനുമായിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്നത്. അതും അമൈഡായിട്ടാണ്. അമൈഡിനെ ബ്രോമൈഡും പ്രസൻസ് ഓഫ് NaOH വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് പ്രൈമറി അമീൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ വാട്ടറും അതുപോലെ സോഡിയം ബ്രോമൈഡും ഒക്കെ കിട്ടുന്നുണ്ട് ബൈ പ്രോഡക്റ്റുകളായിട്ട്. അപ്പോൾ അമൈഡിനെ പ്രൈമറി അമീനാക്കി മാറ്റാനായിട്ട് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രോമൈഡ്. അപ്പോൾ അത് നമ്മൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്നാണ് പറയുക. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ അമൈഡിൽ നിന്നുള്ള രണ്ടാമത്തെ റിയാക്ഷൻ ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് റിഡക്ഷൻ ആയിരുന്നു ഹൈഡ്രജൻ. അപ്പോൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം അലുമിനിയം ഹൈഡ്രൈഡോ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. അവിടെ നമ്മൾ ബ്രോമൈഡും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എടുത്തത്. അടുത്തതും റിഡക്ഷൻ റിയാക്ഷൻ ആണ് മക്കളെ. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. അതിലും നമ്മൾ ആ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റുകൾ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നൈട്രോ ബെൻസീനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? നമുക്ക് ആരോമാറ്റിക് ആയിട്ടുള്ള അമീൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് അനിലിനാണ്. ആരോമാറ്റിക് അമീൻ എന്ന് വെച്ചാൽ അനിലിനാണ് പറയുന്നത്. ബെൻസീൻ ഇങ്ങനെ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അനിലിൻ എന്നാണ് അതിൻ്റെ ജനറൽ ഫോർമുല നെയിം നമ്മൾ പറയാം. അടുത്തത് ബൈ ദ റിഡക്ഷൻ ഓഫ് സയനൈഡ് ആണ് ആൻഡ് ഐസോസൈനൈഡ്. അപ്പോൾ സയനൈഡിൻ്റെയും ഐസോസൈനൈഡിൻ്റെയും റിഡക്ഷൻസ് നോക്കാം. അതിനുവേണ്ടി എടുക്കുന്ന റിയാജൻറ്റുകൾ എന്ന് പറയുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വിത്ത് സോഡിയം ഇൻ ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോളിക് സോഡിയവും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും വെച്ചുകൊണ്ടാണ് നമ്മൾ റിയാജൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സയനൈഡ്സിനെ പ്രൈമറി അമീനായിട്ടും ഐസോസയനൈഡ്സിനെ സെക്കൻഡറി അമീൻസും ആയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ സയനൈഡ്സ് പ്രൈമറി അമീനും ഐസോസയനൈഡ്സ് സെക്കൻഡറി അമീനായിട്ടും കിട്ടും. അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് മക്കളെ. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് നോക്കുക. CH3CN സയനൈഡാണ്. സയനൈഡിൽ നമ്മൾ റിഡക്ഷൻ ചെയ്തപ്പോൾ പ്രൈമറി അമീൻ കിട്ടി. പിന്നെ ഐസോസയനൈഡിനെ നമ്മൾ റിഡക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡറി അമീനാണ് കിട്ടിയത്. അപ്പോൾ ആ റിഡക്ഷൻ വിത്ത് സോഡിയം ഇൻ ആൽക്കഹോളിന് നമ്മൾ മെൻഡിയസ് റിയാക്ഷൻ എന്ന് പറയാം കേട്ടോ. റിഡക്ഷൻ വിത്ത് സോഡിയം പെർ ആൽക്കഹോളിനെ നമ്മൾ മെൻഡിയസ് റിയാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. മെൻഡിയക്സ് റിയാക്ഷൻ എന്നാണ് പറയുക കേട്ടോ മക്കളെ. അപ്പോൾ അതാണ് റിഡക്ഷൻ. അടുത്ത റിഡക്ഷൻ മെത്തേഡാണ് റിഡക്ഷൻ മെത്തേഡ് ഓഫ് സയനൈഡ്സും ഐസോസയനൈഡ്സുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. അടുത്തത് നമുക്ക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് തന്നെ പ്രൈമറി നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോയിലിംഗ് പോയിന്റിൽ ടെർഷ്യറി അമീൻസ് ആണ് ഏറ്റവും ലീസ്റ്റ് ബോയിലിംഗ് പോയിന്റ് തരാം. കാരണം അവർ എന്താ വെച്ചാൽ അതിനുള്ള റീസൺ പറഞ്ഞുതരാം. അതായത് ടെർഷ്യറി അമീൻസിൽ ഹൈഡ്രജൻ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആബ്സെൻ്റ് ആകുമ്പോൾ അവിടെ എന്താ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യിക്കാനുള്ള
എബിലിറ്റി അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ടെറിഷ്യറി അമീൻസ് ലെസ് ബോയിലിംഗ് പോയിന്റ് ദാൻ ഐസോമറിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ ആ ഈ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. പ്രൈമറി അമീനാണ് ഗ്രേറ്റർ, പിന്നെ സെക്കൻഡറി അമീൻ, ടെറിഷ്യറി അമീൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ പ്രൈമറി അമീനിൽ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഹൈഡ്രജൻ ഉള്ളതിനനുസരിച്ച് അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുമ്പോൾ സ്ട്രോങ് ബോണ്ടാണ്, അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൈ എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ സെക്കൻഡറിക്ക് വരുമ്പോൾ അത് നമ്പർ കുറയുന്നു, ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ടെറിഷ്യറി വരുമ്പോൾ കുറച്ചും കൂടി കുറയുന്നു. നോട്ട് ചെയ്യാം കേട്ടോ മക്കളെ. അടുത്ത് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയണ മക്കളെ. അപ്പോൾ സാൾട്ട് ഫോർമേഷൻ വെച്ചുകൊണ്ടാണ് ആദ്യം പറയുന്നത് കേട്ടോ. അതായത് അമീൻസും ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ടായിട്ട് വന്നു. അപ്പം നമുക്കറിയാം ആസിഡും ബേസും കൂടി ചേർന്നാലാണ് സോൾട്ട് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പോൾ അമീൻസ് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്തത്? ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതായത് അമീൻസ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറാണ്. അമീൻസിന് ബേസിക് നേച്ചറാണുള്ളത്. അപ്പോൾ അനിലിനെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടിയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോൾട്ട് ഫോം ചെയ്തു കേട്ടോ മക്കളെ. അപ്പോൾ സാൾട്ട് ഫോർമേഷനാണ്. സാൾട്ട് ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഒരു ബേസിക് നേച്ചർ ഓഫ് അമീൻസ് കാണുന്നുണ്ടാണ്. അമീൻസിൻ്റെ ബേസിക് നേച്ചർ കാണുന്നുണ്ടാണ്. അപ്പോൾ മക്കളെ അമീൻസ് ബേസിക് നേച്ചറാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അമീൻസ് ഇൻ ഗ്യാസ് ഫേസിലാണെന്ന് വിചാരിക്കുക. അതായത് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അമീൻസ് ഗ്യാഷ്യസ് ഫേസിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ ബേസിക് സ്ട്രെങ്ത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുക ടെറിഷ്യറി അമീൻസ് ആയിരിക്കും. അപ്പോൾ ടെറിഷ്യറി ഗ്രൂപ്പുകളാണ് ഏറ്റവും ബേസിക് സ്ട്രെങ്ത്ത് കാണിക്കുക വെൻ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് ആകുമ്പോൾ. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് ആദ്യം ടെറിഷ്യറി കാണിക്കുന്നു, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി എന്നായിട്ട് രീതിയിൽ ഡിഗ്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഗ്യാസിയസ് ഫേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓർഡർ കാണിക്കുക മക്കളെ. അല്ലാത്ത ഓർഡർ നമുക്ക് പറയാൻ ടീച്ചർ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് മീഥൈൽ അമീൻസ് ഇൻ ഗ്യാസ് ഫേസ് എന്ന് പറയുന്ന ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ആരോമാറ്റിക് അമീൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ ആൽഫാറ്റിക് അമീൻസും ഉണ്ട്, ആരോമാറ്റിക് അമീൻസും ഉണ്ട്. അപ്പോൾ ബെൻസീൻ റിങ്ങും അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അനിലിനൊക്കെ ആരോമാറ്റിക് അമീൻസിലാണ് ഉൾക്കൊള്ളുക. അപ്പോൾ അങ്ങനെ ആരോമാറ്റിക് അമീൻസ് വരുമ്പോൾ ആരോമാറ്റിക് അമീൻസും ആൽഫാറ്റിക് അമീൻസും കൂടെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ആരോമാറ്റിക് അമീൻസ് ആർ ലെസ് ബേസിക് ദാൻ ആൽഫാറ്റിക് അമീൻസ് ആണ്. അപ്പോൾ ആരോമാറ്റിക് അമീൻസിനെയാണ് ബേസിസിറ്റി കുറവുള്ളത് മക്കളെ. അപ്പോൾ അനിലിന് ബേസിസിറ്റി കുറവായിരിക്കും. ആരോമാറ്റിക് അമീൻസ് ആർ ലെസ് ബേസിക് ദാൻ ആലിഫാറ്റിക് അമീൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അത് ആ ഒരു കമ്പാരിസൺ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും വരാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ ഇഫക്റ്റ് പറയുമ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ഇൻക്രീസ് ദ ബേസിക് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ഇത് ഓരോ ആൾക്കാരെയും ആസിഡിറ്റിയുടെ കാര്യത്തിൽ ഇതുപോലെ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രോ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഇൻക്രീസ് ദ ബേസിക് സ്ട്രെങ്ത്ത്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അനിലിന്മേലൊക്കെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണ് എങ്കിൽ അവിടെ ഡിഗ്രീസ് ദ ബേസിക് സ്ട്രെങ്ത്ത്. നൈട്രോ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ബേസിക് സ്ട്രെങ്ത്ത് ഡിഗ്രീസ് ചെയ്യുകയാണ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അപ്പോൾ നോട്ട് ചെയ്യണം കേട്ടോ. മക്കളെ അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ ആൽക്കൈലേഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അമീൻസിലേക്ക് ആൽക്കൈൽ ഹാലൈഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഹയർ അമീൻസിനാണ് കിട്ടുക. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് കൂടുന്തോറും അവിടെ എന്താ ഹയർ അമീൻസ്. അപ്പോൾ നമ്മളത് പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു തന്നെയാണല്ലേ. അപ്പോൾ അമീനിലേക്ക് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എഴുതി കൊടുക്കും തോറും അത് നമുക്ക് എന്താ ഹയർ ആയിട്ടുള്ള അമീൻസിനെ പ്രിപ്പയർ ചെയ്യുന്നു. ഇത് ഓൾറെഡി നമ്മൾ ആ പ്രിപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഇപ്പോൾ അമോണിയാണ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ എന്താണ് നമുക്ക് പ്രൈമറി അമീൻസ് ആയിട്ട് മാത്രം കിട്ടുന്നു. ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് കൂടി വരുന്നത് എങ്കിൽ നമുക്ക് ഹയർ അമീൻസ് കിട്ടുന്നുള്ളത് ആ പ്രിപ്പറേഷനിൽ പഠിച്ചത് തന്നെയാണ്. അത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൂടി പറയുകയാണ്. അമീൻസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടി ആയിട്ടാണ് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രസൻസിൽ ഹയർ അമീൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഹയർ അമീൻസ് ആണ് നമുക്ക് തരും. അപ്പോൾ ആൽക്കൈലേഷൻ എന്ന് പറയുന്നത് അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് മക്കളെ. അപ്പോൾ നോട്ട് ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ ആൽക്കൈലേഷൻ കഴിഞ്ഞു. അപ്പോൾ ആൽക്കൈലേഷൻ കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു അസൈലേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അസൈലേഷൻ ആൽക്കൈലേഷൻ കാണിച്ചു. അപ്പോൾ അടുത്തത് അസൈലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ അസൈലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസൈൽ കോമ്പൗണ്ട് ആണ് വരിക. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന അസൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആസിഡ് ക്ലോറൈഡ് ആണ്. അങ്ങനെ ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് RNHCO R+HCl ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ബൈ പ്രോഡക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത്? പ്രൊഡക്റ്റ് RNHCOR എന്ന് പറയുന്നത് അമൈഡ് ആണല്ലേ മക്കളെ. അപ്പോൾ C ഡബിൾ ബോണ്ട് O ആണ്. അതിലൊപ്പം തന്നെ അമീൻ ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ പറയുക അമൈഡ് എന്നാണ് പറയുക കേട്ടോ. അമൈഡാണ് അവിടുത്തെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അമൈഡാണ് ഫോം ചെയ്യുന്നത്. അസൈലേഷൻ വഴി നമുക്ക് അമൈഡാണ് ഫോം ചെയ്യുന്നത്. മക്കളെ അപ്പോൾ അടുത്ത ഒരു കെമിക്കൽ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ കാർബണൈൽ കോമ്പൗണ്ട്സുമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അപ്പോൾ കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ആൽഡിഹൈഡോ കീറ്റോണോ ആവാം. അപ്പോൾ ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് പ്രൈമറി അമീൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമീൻസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇമീൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് സ്കിപ്സ് ബേസിനെയാണ് നമ്മൾ ഇമീൻസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതും ആ ചാപ്റ്ററും കൂടി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അമോണിയം ഡെറിവേറ്റീവ്സിൽ നമ്മൾ കഴിഞ്ഞ കാർബോക്സിലിക് ആസിഡിൻ്റെ അതുപോലെ എന്താണ് കാർബണൈൽ കോമ്പൗണ്ട്സിൻ്റെ അമോണിയം ഡെറിവേറ്റീവ്സിൻ്റെ ഇതിൽ പഠിച്ചപ്പോൾ നമ്മൾ സ്കിപ്സ് ബേസ് പഠിച്ചതാണ്. അപ്പോൾ ആൽഡിഹൈഡോ കീറ്റോണോ പ്രൈമറി അമീൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഇമീൻസ് ആണ് തരുന്നത്. ഇമീൻസ് ആണ് സ്കിപ്സ് ബേസ് ആയിട്ട് ആക്റ്റീവ് സ്കിപ്സ് ബേസ് എന്നാണ് പേരിലാണ് അത് കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ RN+CR2 എന്ന് പറയുന്നതാണ് നമ്മൾ ഇമീൻസ് എന്ന് പറയുക കോമൺ നെയിം. ആ ഇമീൻസിനെ സ്കിപ്സ് ബേസ് എന്ന് അറിയപ്പെടുന്നു. നോട്ട് ചെയ്യാം കേട്ടോ മക്കളെ. അടുത്ത മക്കളെ ഈ പ്രൈമറി അമീൻസിനെ നമ്മൾ ഒരു കാർബൈൽ ഗ്രൂപ്പാക്കി മാറ്റുക, അല്ലെങ്കിൽ കാർബൈൽ അമീൻസ് ആക്കി മാറ്റാം. അപ്പോൾ ആ കാർബൈൽ അമീൻസ് ആക്കി മാറ്റണേന് നമ്മൾ പറയുന്ന പേരാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈമറി അമീനും അതുപോലെ CHCl3+3KOH അതായത് ക്ലോറോഫോമും അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഐസോസൈനൈഡ് കിട്ടുന്നു. പ്രൈമറി അമീനെ ഐസോസൈനൈഡാക്കി മാറ്റുകയാണ് ചെയ്യുക ക്ലോറോഫോമിൻ്റെയും ആൽക്കഹോളിക് KOHൻ്റെയും പ്രസൻസിൽ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. കൺവേർഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ഭാഗം അതിൽ കൺവേർഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ലേ മക്കളെ. അപ്പോൾ അതിലൊക്കെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് ഈ കാർബൈൽ അമീൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺവേർഷൻ്റെ ഒരു പാർട്ടായിട്ടൊക്കെ വരാറുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആ റിയാജൻറ്റുകൾ എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അവിടെ എന്ത് ചേഞ്ചാണ് ഉണ്ടാവണം എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തണമെങ്കിൽ ഇതിൽ NH2 എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മൾ ബെൻസീൻ ഗ്രൂപ്പും വരുന്ന ഈ NH2 എന്ന് പറഞ്ഞ ആൾ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. അതായത് വരുന്ന ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലായിരിക്കും കൂടുതലായിട്ട് അവരെന്ത് അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കുമോ അനിലിലേക്ക് ബ്രോമിൻ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ ഓർത്തോ പാര പൊസിഷനിൽ ആര് കയറിയിരിക്കുകയാണ്? ബ്രോമിൻ കയറിയിരിക്കുകയാണ്. അങ്ങനെ 2,4,6 ട്രൈബ്രോമോ അനിലിൽ നിന്ന് കിട്ടി. അതായത് 2,4 എന്ന് പറയുന്നത്, അതായത് 2ഉം 6 എന്ന് പറയുന്നത് രണ്ട് ഓർത്തോ പൊസിഷൻസും 4 എന്ന് പറയുന്നത് പാര പൊസിഷനാണ്. അപ്പോൾ ഓർത്തോ പാര എന്താണ് ഡെറിവേറ്റീവ് ആണ് NH2 എന്ന് പറയുന്നത്. അപ്പോൾ BR അവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യാം. മക്കളെ അതിനടുത്തതാണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷനും ഇതുപോലെ കൺവേർഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ മക്കളെ. അപ്പോൾ ബെൻസീനിലേക്ക് നമ്മൾ ആസിഡ് ക്ലോറൈഡ് വെച്ചുകൊണ്ട് ഓക്സിഡേഷൻ നടത്തിയിട്ട് നമുക്ക് എന്താണ് അതിനെ ഒരു അമൈഡ് രൂപത്തിലേക്കാക്കി മാറ്റുകയാണ്. ആ അമൈഡിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3യും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസ്. അപ്പോൾ നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ആണ് നൈട്രേഷൻസ് തരിക. അപ്പോൾ അങ്ങനെ അമൈഡിൻ്റെ പ്രസൻസിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? NO2 വന്നിട്ട് പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. അങ്ങനെ പാരാ പൊസിഷനിൽ കയറി ഇരുന്നിട്ട് വീണ്ടും അവിടെ എന്താണ് KOH വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ അമൈഡിന് വീണ്ടും എന്താണ് റിഡക്ഷൻ നടന്നിട്ട് അവിടെ എന്തായാലും ഒരു റിഡക്ഷൻ നടക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യാം കേട്ടോ മക്കളെ, റിഡക്ഷൻ നടത്തുക. അങ്ങനെ റിഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് അവിടെ എന്താണ് നൈട്രോ ഗ്രൂപ്പ് വന്നിട്ട് പാരാ പൊസിഷനിലും അവിടെ ഉണ്ടായിരുന്ന അമൈഡ് മാറിയിട്ട് എന്തായിട്ട് മാറിയും? അമീനായിട്ട്, അതായത് NH ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ
ഇവനും ഈ ഒരു നൈട്രേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൺവേർഷൻസ് മെത്തേഡിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, നമ്മൾ കണ്ടില്ലേ നൈട്രേഷൻ എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല ചെയ്തിരിക്കണം അല്ലേ. നമ്മൾ ആദ്യം അസൈലേഷൻ നടത്തണം, അസറ്റൈലേഷൻ നടത്തണം. ആ അസറ്റൈലേഷന് ശേഷമാണ് നമ്മൾ അവിടേക്ക് നമ്മുടെ എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെയും അവിടേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആദ്യം നമ്മൾ അനിലിനെ എന്താക്കി മാറ്റി, ഒരു അമൈഡാക്കി മാറ്റിയിട്ടാണ് പിന്നീട് നൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അനിലിനുണ്ടല്ലോ ആ NH ഗ്രൂപ്പിനെ അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കില്ല, അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അസറ്റൈലേഷൻ നടത്തുന്നത് കേട്ടോ മക്കളെ. കണ്ടോ, നൈട്രേഷൻ ഓഫ് anilin ഈസ് ഡൺ ഇൻഡയറക്ട്ലി ആഫ്റ്റർ പ്രൊട്ടക്റ്റിംഗ് NH2 ഗ്രൂപ്പ് ബൈ അസറ്റൈലേഷൻ. അപ്പോൾ നൈട്രേഷന് മുമ്പായിട്ട് നമ്മൾ എന്താണ് NH2നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അസറ്റൈലേഷൻ വഴി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അമൈഡാക്കി മാറ്റിയിട്ടാണ് നമ്മൾ നൈട്രേഷൻ ചെയ്യുന്നത്. അടുത്ത റിയാക്ഷനാണ് മക്കളെ സൾഫോണേഷൻ. അപ്പോൾ സൾഫോണേഷനാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിച്ച് അത് ഹീറ്റ് ചെയ്യിച്ച് നമ്മൾ എന്താണ് പാരാ പൊസിഷനിൽ SO3H സൾഫേറ്റ് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് സൾഫോണേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് മക്കളെ. സൾഫോണേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്, പാരാ പൊസിഷനിൽ തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് റിയാജൻറ്റ്. അടുത്തത് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് മക്കളെ, റിയാക്ഷൻ വിത്ത് HNO2 നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അപ്പോൾ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷനിൽ പ്രൈമറി അമീനും NaNO2 കൂടിയിട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോളും അതുപോലെ തന്നെ നൈട്രജനും അവിടെ നിന്ന് റിലീസ് ചെയ്യും. അതുപോലെ പിന്നെ പറയുന്നത് ഇതുപോലെ പ്രൈമറി അമീനും NaNO2 അതായത് നൈട്രസ് ആസിഡ് NaNO2 നൈട്രസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അവനും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിൽ എന്താണ് ROH ആൽക്കഹോളാണ് തരുന്നതെന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു അനിലിനാണ് എടുക്കുന്നതെങ്കിൽ, അനിലിനാണ് ഇതുപോലെ നൈട്രസ് ആസിഡുമായിട്ട് HNO2 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ NaNO2 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഡൈസോണിയം സോൾട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ മക്കളെ. ഡൈസോണൈസേഷൻ ആണ് നമ്മളതിനെ അപ്പോൾ ഡൈസോണൈസേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് ഡൈസോണിയം സോൾട്ടിൻ്റെ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ റിയാക്ഷൻ വിത്ത് HNO2. അപ്പോൾ HNO2ന് പകരം നമ്മൾ NaNO2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഡൈസോണിയം സോൾട്ടിന് കിട്ടിയില്ലേ, ഡൈസോണിയം സോൾട്ട് കിട്ടി. അതായത് ബെൻസീൻ റിംഗ്മേ N2X വരെയാണ് ഡൈസോണിയം സോൾട്ട്. അപ്പോൾ ഹാലോജൻ എന്ന് പറയുന്നത് ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ നമുക്ക് അരോമാറ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആലിഫാറ്റിക് ആയിട്ടുള്ളതുമായ ഡൈസോണിയം സോൾട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡൈസോണിയം സോൾട്ട് ആൽക്കൈൻ ഡൈസോണിയം സോൾട്ട് അഥവാ ആലിഫാറ്റിക് ആയിട്ട് ഡൈസോണിയം സോൾട്ടും ആരോമാറ്റിക് ആയിട്ട് ഡൈസോണിയം സോൾട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. ഇതിൽ അറീനായിട്ടുള്ള ഡൈസോണിയം സോൾട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുകയാണെങ്കിൽ ആരോമാറ്റിക് ആയിട്ടുള്ള ഡൈസോണിയം സോൾട്ട് ആയിരിക്കും മോർ സ്റ്റേബിളായിട്ട് വരിക ആൽക്കൈൻ ഡൈസോണിയം സോൾട്ടിനേക്കാളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് നടക്കുകയാണ് ഓവർ ബെൻസീൻ റിങ്ങിലേക്ക് ആ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യാണ്, ഡിസ്പേഴ്സൽ ആവണം. അപ്പോൾ അതുകൊണ്ടാണ് അറൈൻ ഡൈസോണിയം സോൾട്ട് അല്ലെങ്കിൽ ആരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആവുന്നത്. എന്നാൽ ആൽക്കൈൻ ഡൈസോണിയം സോൾട്ട് അല്ലെങ്കിൽ ആലിഫാറ്റിക് ഡൈസോണിയം സോൾട്ടിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവൻ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യാണ് നൈട്രജനെ N2നെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിയും. എക്സെപ്ഷനലി ആയിട്ട് എന്ത് ചെയ്യും, അവൻ സ്റ്റേബിളായിട്ടിരിക്കും, പക്ഷേ എന്താണ് നൈട്രജനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. അറീൻ ഡൈസോണിയം സോൾട്ടാണ് മോർ സ്റ്റേബിൾ ദാൻ ആൽക്കൈൻ ഡൈസോണിയം സോൾട്ട്. അപ്പോൾ മക്കളെ നമ്മൾ അടുത്തത് സെക്കൻഡറി അമീൻസും അതുപോലെ തന്നെ നൈട്രസ് ആസിഡും തമ്മിലുള്ള റിയാക്ഷനാണ് പറയുന്നത് കേട്ടോ. സെക്കൻഡറി അമീനും അതുപോലെ നൈട്രസ് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. നൈട്രോസോ അമീനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇതും കൺവേർഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അപ്പോൾ HNO2 അതുപോലെ R2NH അതായത് സെക്കൻഡറി അമീൻസും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ N-നൈട്രോസോ അമീൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് നമ്മൾ പറഞ്ഞു ഈ ലിബർമാൻ റിയാക്ഷൻ ആണ് ഇതിനെ പറയുക. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ N-നൈട്രോസോ അമീൻ എന്ന് പറയുന്നത് വാംഡ് വിത്ത് ഫിനോളായിട്ട് വാം ചെയ്യാമെന്ന് വയ്ക്കുക. എൻ്റെ കോൺസെൻട്രേറ്റഡ്
സൾഫ്യൂരിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ വാം ചെയ്ത് കഴിഞ്ഞാൽ ഫിനോളിനെ, അപ്പോൾ ഒരു ഗ്രീൻ സൊല്യൂഷനായിട്ട് മാറും കേട്ടോ. ആ ഗ്രീൻ സൊല്യൂഷനെ വീണ്ടും NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളറായിട്ട് മാറും. അപ്പോൾ ഒക്കെ ഡൈകളാണ് ഫോം ചെയ്യണത് കേട്ടോ മക്കളെ. അപ്പോൾ നൈട്രോസോ അമീനാണ്. നൈട്രോസോ അമീന് നമ്മൾ ഫിനോളായിട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൽ വാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ സൊല്യൂഷനാക്കി മാറ്റും. ആ ഗ്രീൻ സൊല്യൂഷനെ NaOH റിയാക്ട് ചെയ്താൽ ബ്ലൂ കളറായി മാറും. അപ്പോൾ ഈ കൺവേർഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ ലിബർമാൻ റിയാക്ഷനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഈ ചേഞ്ചുകളൊക്കെ പറഞ്ഞിട്ട് യെല്ലോ കളറ് ഗ്രീനായി പിന്നെ ബ്ലൂ ആയി, അപ്പോൾ ഏത് ബി ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയില്ല. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, അതുപോലെ റിയാക്ടൻ്റ് കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ നമുക്ക് ഈ റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ആ നൈട്രസ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പറയുകയാണെങ്കിൽ ആലിഫാറ്റിക് ടെർഷ്യറി അമീൻസ് ആണെങ്കിൽ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോലുബിൾ നൈട്രൈറ്റ്സ് തരും. ഇനി NN ഡൈമീഥൈൽ അമീനും HNO2 പാരാനൈട്രോസോ N9 ഡൈമീഥൈൽ അമീനാണ് തരിക മക്കളെ. അപ്പോൾ നൈട്രസ് ആസിഡും ആലിഫാറ്റിക് പ്രൈമറി ടെർഷ്യറി അമീൻസും തമ്മിൽ സോലുബിൾ ആയിട്ടുള്ള നമുക്ക് നൈട്രേറ്റ്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ ഈ സോലുബിലിറ്റി പറയുന്നതാണ് ഹിൻസ്ബർഗ് റിയാക്ഷൻ വെച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് നിങ്ങൾ അങ്ങോട്ട് തെറ്റിച്ച് പോകരുത്. അപ്പോൾ നമ്മൾ നൈട്രസ് ആസിഡ് മാത്രം നൈട്രസ് ആസിഡാണ് ടെർഷ്യറി അമീനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോലുബിൾ ആയിട്ട് നൈട്രൈറ്റ്സ് തരാം കേട്ടോ. ഇനി നമ്മൾ ഹിൻസ്ബർഗ്സ് റിയാക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാൻ തന്നെ വേണം. അപ്പോൾ നമ്മൾ ഹിൻസ്ബർഗ്സ് റിയാക്ഷൻ പറയുകയാണെങ്കിൽ അതിന് ഹിൻസ്ബർഗ് റിയാജൻറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് പ്രൈമറി അമീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹിൻസ്ബർഗ് റിയാജൻറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോലുബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കിട്ടുക. ഇനി സെക്കൻഡറി അമീനായിട്ടാണ് ഹിൻസ്ബർഗ് റിയാജൻറ്റ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻസോലുബിൾ ആയിട്ടുള്ള റിയാജൻ്റാണ് കിട്ടുക. ഇനി ടെർഷ്യറി അമീൻ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയാജൻറ്റ്. അപ്പോൾ ഹിൻസ്ബർഗ് റിയാജൻ്റ് ആണ് മക്കളെ C6H5SO2Cl എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ കുട്ടികളെ. മക്കളെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് 2019 തന്നെ വന്നിട്ടുണ്ട് ഈ ഹിൻസ്ബർഗ് റിയാജൻറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സോലുബിലിറ്റി വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാണ്. ടെർഷ്യറി അമീൻ റിയാക്ട് ചെയ്യില്ല, പ്രൈമറി അമീൻ സോലുബിൾ ആണ്, സെക്കൻഡറി അമീൻ സോലുബിൾ ആക്കില്ല. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെയാണ് കേട്ടോ സോലുബിൾ ഇൻസോലുബിൾ ആക്കാത്തത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ ഡൈസോണിയം സോൾട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് പറയണത്. അപ്പോൾ അനിലിനെ നമ്മൾ NaNO2 സൾഫ്യൂരിക് ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈസോണിയം സോൾട്ട് ഉണ്ടാക്കുന്നത്. അതായത് ഡൈസോണൈസേഷൻ നമ്മൾ പഠിച്ചതാണ്, മുന്നത്തെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പഠിച്ചതാണ് അല്ലേ. അനിലിൻ്റെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ ഡൈസോണിയം സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ക്ലോറിനാണെങ്കിൽ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറയും, ബ്രോമിനാണെങ്കിൽ ബ്രോമൈഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബെൻസീൻ റിങ്ങുമേ N∧bond NCl ആണ് വരിക. അതാണ് ഡൈസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഡൈസോണിയം സോൾട്ട് എന്ന് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഡൈസോണിയം സോൾട്ടിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. അതിൽ സാൻമിയർ റിയാക്ഷനാണ് പറയുന്നത്. അതായത് സാൻമിയർ റിയാക്ഷൻ കോപ്പർ ക്ലോറൈഡ്, കോപ്പർ ബ്രോമൈഡ്, കോപ്പർ സയനൈഡും ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിസിൽ ഉണ്ടാക്കുന്ന ഹാലൈഡ്, അതിൻ്റെ തന്നെ ഹൈഡ്രജൻ ഹാലൈഡുകൾ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ അരയിൽ അരോമാറ്റിക് ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അറീൻസ് ആണ് നമുക്ക് കിട്ടുക. ഹാലോ അറീൻസ് കിട്ടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുപ്രസ് ഹാലൈഡുകൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു മക്കളെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് സാൻമിയർ റിയാക്ഷൻ. സാൻമിയർ റിയാക്ഷനിലെ റിയാജൻ്റ് എന്ന് പറയുന്നത് കുപ്രസ് ഹാലൈഡും ഹൈഡ്രജൻ ഹാലൈഡും കൂടിയിട്ടാണ്. അപ്പോൾ ഡൈസോണിയം സോൾട്ടിനെ ഹാലോ അറീൻസ് ആക്കി മാറ്റാണ് മക്കളെ കേട്ടോ. സാൻമിയർ റിയാക്ഷൻ നമ്മളിതിൻ്റെ പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുള്ള ഹാലോ അറീൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. നോട്ട് ഇനി നമ്മൾ ഡൈസോണിയം സോൾട്ടിനെ വാട്ടറുമായിട്ടൊന്ന് വാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഫിനോളാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഡൈസോണിയം സോൾട്ടിനെ നമ്മൾ വാട്ടറായിട്ട് വാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിനോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മക്കളെ. അപ്പോൾ ആ കൺവേർഷൻസ് ശ്രദ്ധിച്ച് തന്നെ നോക്കണം കേട്ടോ കുട്ടികളെ. അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറയുന്നത് ഗെറ്റർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
ഇത് സാൻമേ റിയാക്ഷൻ പോലെ തന്നെയാണ്. പക്ഷേ സാൻമേ റിയാക്ഷനൊക്കെ വ്യത്യാസം എന്താ വെച്ചാൽ കോപ്പർ പൗഡറാണ് എടുക്കുന്നത്. കോപ്പർ പൗഡറിന് എടുക്കുകയാണ്. അവിടെ നമ്മൾ കുപ്രസ് ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ഹാലൈഡ് എടുത്തത്. ഇവിടെ നമ്മൾ കോപ്പർ പൗഡറിന് എടുക്കുകയാണ് പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഹാലോ അറീൻസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഗെറ്റർമൈൻ റിയാക്ഷനും സാൻമേ റിയാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഗെറ്റർമൈൻ റിയാക്ഷൻ്റെ റിയാജൻറ്റും സാൻമേ റിയാക്ഷൻ റിയാജൻറ്റും ഡിഫറെൻ്റ് ആണ്. അവരുടെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ റിയാക്ടൻസ് സെയിം ആണെങ്കിലും അവിടെ എടുക്കുന്ന റിയാജൻറ്റുകൾ വ്യത്യാസമാണ് മക്കളെ. അപ്പോൾ ആ റിയാജൻറ്റുകളുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ബാൽ സ്കീമാൻ റിയാക്ഷനൊക്കെ നമ്മൾ ഹാലോ അറീൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഫ്ലൂറോ അറീൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫ്ലൂറോ അറീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജൻ ബ്രോമോ ഫ്ലൂറൈഡ് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഫ്ലൂറോ ബെൻസീൻ കിട്ടുകയാണ് ചെയ്യുന്നത് മക്കൾ. അപ്പോൾ ബാൽ സ്കീമാൻ റിയാക്ഷനും ഒരു ഡൈസോണിയം സോൾട്ടിൻ്റെ എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് മക്കളെ. അപ്പോൾ അത് നമ്മൾ മറ്റ് അയഡിൻ്റെയും അതുപോലെ ബ്രോമിൻ്റെയും ക്ലോറിൻ്റെയും ഒക്കെ പ്രിപ്പറേഷൻ നമ്മൾ സാൻമേ റിയാക്ഷൻ ഗെറ്റർമൈൻ റിയാക്ഷൻ വഴി പഠിച്ചു. ഫ്ലൂറോ അറീൻസ് അല്ലെങ്കിൽ ഫ്ലൂറോ ബെൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ബാൽ സ്കീമാൻ റിയാക്ഷൻ വഴിയാണ് പഠിക്കുന്നത്. ഫ്രം ഇവിടെ നിന്നാണ് ഡൈസോണിയം സോൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ റിയാജൻറ്റ് ഓർത്ത് വയ്ക്കുക. ഈ ആ ബാൽ സ്കീമാൻ റിയാക്ഷൻ നടക്കുന്ന വേറൊരു റിയാക്ഷനാണ് പറയണേ, റീപ്ലേസ്മെൻറ്റ് ബൈ NO2 ഗ്രൂപ്പ്. അപ്പോൾ NO2 ഗ്രൂപ്പിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യിക്കുക. അപ്പോൾ ഫ്ലൂറിന് അറ്റാച്ച് ചെയ്യുന്നതിന് പകരം അവിടെ NO2നെ എന്ത് ചെയ്യുക, ആ ഫ്ലൂറിന് പകരം അവിടെ NO2 അത് നൈട്രേറ്റ് ഗ്രൂപ്പിനെ അവിടെ കൊണ്ടിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. അതാണ് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ബൈ NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സാൻമേ റിയാക്ഷൻ ബാൽ സ്കീമാൻ റിയാക്ഷൻ പോലത്തെ റിയാജൻ്റ് എടുത്താലും അവിടെ N2BF4 ആണ് റിയാജൻ്റ് വരിക. അവിടെ നമ്മൾ നൈട്രസ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എടുത്തിട്ട് കോപ്പറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈട്രോ ബെൻസിനാണ് കിട്ടുക മക്കളെ, ഫ്ലൂറോ ബെൻസിനല്ല. അപ്പോൾ റിയാജൻറ്റുകൾ സെയിം ആണ്, പക്ഷേ അവിടെ റീപ്ലേസ്മെൻറ്റ് ബൈ നൈട്രോ ഗ്രൂപ്പാണ്. അപ്പോൾ ആ രണ്ട് റിയാക്ഷൻസ് തമ്മിലുള്ള ആ ഒരു ചേഞ്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അടുത്ത മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് പറയുന്നത് കപ്ലിംഗ് റിയാക്ഷൻസ്. അപ്പോൾ ഡൈസോണിയം സോൾട്ട് കപ്ലിംഗ് റിയാക്ഷൻസ് ആണ് തരിക. അപ്പോൾ ഇവിടെ നമ്മൾ ആൽക്കഹോൾ ആയിട്ടുള്ള കപ്ലിംഗ് റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അനിലിനായിട്ടുള്ള കപ്ലിംഗ് റിയാക്ഷനും തരിക. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻസ് അസോഡൈസ് ആണ് ഫോം ചെയ്യുക. യെല്ലോ കളറുള്ളത്, റെഡ് കളറുള്ളത്, പിങ്ക് കളറുള്ളത്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് അസോഡൈസ് ആണ് കിട്ടുക. അപ്പോൾ ആൽക്കഹോൾ തരുന്ന അതേ റിയാക്ഷൻ തന്നെയാണ് അനിലിനും ഒക്കെ തരിക കേട്ടോ മക്കളെ. അപ്പോൾ ഈ കപ്ലിംഗ് റിയാക്ഷൻ എന്താണ് അവിടുത്തെ പ്രൊഡക്റ്റ്, അസോഡൈ ആണ് പ്രൊഡക്റ്റായിട്ട് വരാം. അപ്പോൾ അനിലിൻ വരുമ്പോൾ എന്താ ഉണ്ടാവുക അതൊക്കെ ഒന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഇതേപോലത്തെ കോമ്പൗണ്ട് തന്നെ അനിലിൻ വെച്ചിട്ടുള്ളതൊന്ന് എഴുതി വെക്കാൻ കേട്ടോ മക്കളെ. അപ്പോൾ ആ കോമ്പൗണ്ടുകളൊന്ന് പഠിച്ച് വെക്കുക. അപ്പോൾ ഡൈസോണിയം സോൾട്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ പഠിച്ച് ഓർത്ത് വെക്കുക. നമ്മൾ ഇനി അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയോട് കൂടി തന്നെ നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മക്കൾക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യും വേണ്ട, പഠിക്കാനും കുറച്ച് ടൈം മതി, മാത്രമല്ല പ്രോബ്ലംസ് ചെയ്യാനും കുറച്ച് ടൈം എടുത്താൽ മതി. അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ കുറച്ച് വരുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നമസ്കാരം മക്കളെ. അപ്പോൾ നമ്മൾ അമീൻസിന്റെ തിയറി പാർട്ട് കഴിഞ്ഞു. അത് നമ്മൾ അമീൻസിന്റെ പ്രോബ്ലംസ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് നൈട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ അപ്പോൾ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടിരിക്കുന്ന എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകളിലെ പ്രോബ്ലംസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ 2019 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, the correct order of the basic strength of methyl substituted amines in aqueous solution is. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള അമീൻസിന്റെ ബേസിക് സ്ട്രെങ്ത്തിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതെന്താണ് ഈ ഓർഡറുകൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാമ്പോൾ ഒരു ഓർഡർ നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്. നമ്മൾ ഓർഡർ എങ്ങനെയാണ് സെക്കൻഡറി, പ്രൈമറി ആൻഡ് ടെറിഷറി എന്ന രീതിയിലാണ് നമ്മൾ ഓർഡർ പറഞ്ഞത്. ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ഏതാണ് സെക്കൻഡറി ആദ്യം വരുന്നത് എന്ന് നോക്കാം. അപ്പൊ സെക്കൻഡറി വരുന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് സെക്കൻഡറി ഫസ്റ്റ് വരുന്നത് എവിടെയാണ്, ഈ ബിയിലാണ്. പിന്നെ വരും അപ്പൊ സെക്കൻഡറി ഫസ്റ്റ് വന്നു നമുക്ക് കിട്ടി. ഇനി സെക്കൻഡറി ഫസ്റ്റ് വന്നു നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് പ്രൈമറി ആണോ നോക്കുക. പ്രൈമറി ആണല്ലേ, ഇവിടെ സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്,
ടെറിഷറി ആണ്. അപ്പൊ നോക്കിയൊക്കെ ഏതാണ് ഓപ്ഷൻ? ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഏതാണ് സെക്കൻഡറി ഫസ്റ്റ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ബേസിക് സ്ട്രെങ്ത്തിന്റെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും മക്കളെ. അപ്പൊ സെക്കൻഡറി ആണ് ഏറ്റവും കൂടുതൽ ബേസിക് ആയി നിൽക്കുക. സെക്കൻഡറി അമീൻസ് ആണ് ബേസിക്, പിന്നെ പ്രൈമറി, ദെൻ ടെറിഷറി അമീൻസ് ആണ് വരിക. അപ്പൊ മക്കൾ ഇതൊന്ന് നോട്ട് ചെയ്ത് കൊടുത്തോളാം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the amines that react with the Hinsberg's reagents to give an alkaline insoluble product എന്നാണ്. അപ്പൊ ഹിൻസ്ബർഗ്സ് റിയാജന്റ് നമുക്കറിയാം C6H5SO2Cl ആണ് ഹിൻസ്ബർഗ് റിയാജന്റ് എന്ന് പറയുന്നത്. ഈ ഹിൻസ്ബർഗ് റിയാജന്റ് പ്രൈമറി അമീൻസ് ആണ് ഉണ്ടെങ്കിൽ, പ്രൈമറി അമീൻസ് ആണ് റിയാക്ട് ചെയ്യുന്നത്, ഇവരായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സോലുബിൾ ആയിട്ടുള്ള ഒരു സോലുബിൾ ആയിട്ടുള്ള സൾഫമൈഡ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ പറഞ്ഞു സെക്കൻഡറി അമീൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇൻസോലുബിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. സെക്കൻഡറി അമീൻ ആണെങ്കിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടാന്ന് പഠിച്ചു. ഇനി എന്താണ്? ടെറിഷറി അമീൻസ് എന്താണ്? ഡു നോട്ട് റിയാക്ട്. നമ്മൾ തിയറി പാർട്ടിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ? ദ അമീൻ ദാറ്റ് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയാജന്റ് ടു ഗിവ് ആൽക്കലി ആണ്, വിച്ച് ഇൻസോലുബിൾ ആണ്, ഇൻസോലുബിൾ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻസോലുബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ആരായിരിക്കണം? സെക്കൻഡറി അമീൻ ആയിരിക്കണം. അപ്പൊ നോക്കിയാൽ മതി സെക്കൻഡറി അമീൻ ഏതാണ് ഇതിലെന്ന് നോക്കിയാൽ മതി. അപ്പൊ നോക്കുക, ഇത് N ആണ് വന്നിരിക്കുന്നത്. അപ്പൊ N വന്നു കഴിഞ്ഞാൽ ടെറിഷറി ആണ്. ഇവിടെ NH2 ആണ്, പ്രൈമറി ആണ്. ഇവിടെ NH2 ആണ്, പ്രൈമറി ആണ്. ഇനി നോക്കുക NH, ഫസ്റ്റ് ഓപ്ഷനിൽ NH ആണ് കിടക്കുന്നത്. അപ്പൊ സെക്കൻഡറി അമീൻ എന്ന് വെച്ചാൽ എന്താണ്? NH വരണം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഇവനാണ് എന്ന് പറയുന്നത് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തരുവൻ എങ്ങനെയാണ്? ഹിൻസ്ബർഗ്സ് റിയാജന്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ മക്കളെ, അപ്പോ ഇതിങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. പ്രൈമറി അമീൻസ് സോലുബിൾ ആണ്, സെക്കൻഡറി അമീൻസ് ഇൻസോലുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് തരിക, ടെറിഷറി അമീൻസ് റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, നോട്ട് ചെയ്തോളാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും 2019 തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2019 തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോട്ട് ചെയ്തോളാം. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 2017 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2017 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. The correct increasing order of basic strength for the following compounds. 3 കോമ്പൗണ്ട്സ് തന്നിരിക്കുകയാണ്. അനിലിൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാരാ നൈട്രോ അനിലിൻ തന്നിട്ടുണ്ട്, പാരാ മീഥൈൽ അനിലിൻ തന്നിട്ടുണ്ട്. അങ്ങനെ 3 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഈ 3 കോമ്പൗണ്ടിന്റെ ബേസിക് സ്ട്രെങ്ത് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട് തന്നിരിക്കുന്നതിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞേക്കാം. എന്താണ് ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞേക്കാം. നമ്മൾ പഠിച്ചു എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. എന്താ പറഞ്ഞത്? ഇൻക്രീസസ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. അതുപോലെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡിക്രീസസ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. ഓൾറെഡി പഠിച്ചതാണ്. ആരേക്കാളും? അനിലിനേക്കാളും ആണല്ലോ മക്കളെ. അപ്പോ അനിലിൻ എന്ന് പറയുന്ന ആളാണ് മിഡിൽ പോർഷനിൽ വരിക. അപ്പൊ അനിലിൻ എന്ന് പറഞ്ഞ ആള് മിഡിൽ പോർഷനിൽ വരിക. കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൽ ഇവനാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പൊ അവൻ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും കുറവ് എഴുതി. പിന്നെ നമ്മൾ ആരാണ് വരേണ്ടത്? അനിലിനാണ് വരേണ്ടത്. അനിലിൻ വന്നു. അനിലിനേക്കാൾ കൂടുതലാണ് ആര് വരിക? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാല് അവനാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏതാണ്? സെക്കൻഡ്, 1, തേർഡ് ആണ് വരിക. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ ഓർഡർ ഏതാ കിടക്കുന്നത്? ഓർഡർ നോക്കിയേതാ? സെക്കൻഡ്, 1, 3 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ 2017 വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്.
In the following reaction, the product A is ഒരു റിയാക്ഷൻ വന്നിരിക്കുകയാണ്, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A is എന്ന് പറയുന്നത് നമുക്ക് 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോ ഡയസോണിയം ക്ലോറൈഡും അനിലും കൂടി റിയാക്ട് ചെയ്തിട്ട് ഒരു യെല്ലോ ഡൈ കിട്ടണം. അപ്പൊ യെല്ലോ ഡൈ ഉണ്ടാവുന്ന വെച്ചാൽ അത് അസോ ഡൈ ആയിരിക്കില്ല, നമുക്ക് അസോ ഡൈ ഫോർമേഷൻ ആണ് ഉള്ളത്, കപ്ലിംഗ് റിയാക്ഷൻ ആണ് നടക്കുക. അപ്പൊ നമ്മൾ എന്താ ഈ റിയാക്ഷൻ ഒന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ പഠിച്ച അതേ റിയാക്ഷൻ തന്നെയാണ്. നമ്മള് ഡയസോണിയം സോൾട്ട് ഉണ്ട്, അതിന്റെ കൂടെ നമ്മള് അനിലിന്റെ അടുത്തേക്കാണ്. അപ്പോ ഇവിടുത്തെ ഹൈഡ്രജൻ നമ്മൾ പ്രൊജക്ട് ചെയ്ത് നിർത്തിക്കുന്നുള്ളൂ, ഈ ബെൻസീനിന്റെ ഹൈഡ്രജൻ പ്രൊജക്ട് ചെയ്ത് നിർത്തിയേക്കാണ്. അതിലേക്ക് നമ്മൾ H+ അയോൺസിന്റെ പ്രസൻസിൽ കൊടുക്കുമ്പോ ഈ ക്ലോറിനും ഈ ഹൈഡ്രജനും കൂടി ചേർന്ന് ഇവിടെ നെഗറ്റീവ് HCl ഉണ്ടാവും, അതിന്റെ HCl പുറത്തേക്ക് പോകും. ബാക്കിയുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്ത് കൂടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ N ഡബിൾ ബോണ്ട് N NH2. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. ഇത് ഏതാ പ്രൊഡക്റ്റ്? പാരാ അമിനോ അസോ ബെൻസീൻ. പാരാ അമിനോ അസോ ബെൻസീൻ എന്ന് പറയുന്നതാണ് പാരാ അമിനോ അസോ ബെൻസീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയത്, പാരാ അമിനോ അസോ ബെൻസീൻ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഏതിലാണ് വരുന്നത് നോക്കി മക്കളെ? ഇവരാണോ? NH2 പാരാ പൊസിഷൻ വരുന്നില്ല, ഇവിടെ NH2 പാരാ പൊസിഷൻ വരുന്നില്ല, ഇവിടെ NH2 പാരാ പൊസിഷൻ ഇല്ല, NH2 പാരാ പൊസിഷൻ വരുന്നു അസോ ബെൻസീൻ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്താണ്, നമ്മള് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ യെല്ലോ ഡൈ ആണ്. യെല്ലോ ഡൈയുടെ പേരെന്താ മക്കളെ? യെല്ലോ ഡൈയുടെ പേരെന്താണ്? പാരാ അമിനോ അസോ ബെൻസീൻ. ഓക്കെ, നോട്ട് ചെയ്തോളൂ മക്കളെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് അതുപോലെ 2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Which of the following will be the most stable diazonium salt എന്ന് പറയുന്നത്? RN2X എന്ന് പറയുന്ന ഡൈസോണിയം സോൾട്ടുകൾ ഡിഫറെന്റ് 4 ഡൈസോണിയം സോൾട്ട് തന്നിട്ടുണ്ട്, 4 ടൈപ്പിൽ ഡൈസോണിയം സോൾട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമ്മള് തിയറി പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡൈസോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ ആലിഫാറ്റിക് ഡൈസോണിയം സോൾട്ട് ഉണ്ട്, ആരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് ഉണ്ട്. ഇതിലെ ആരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് ആണ് മോർ സ്റ്റേബിൾ ബിക്കോസ് ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ടു ദ എങ്ങനെയാണ് ബെൻസീൻ റിംഗ്. ആ പോസിറ്റീവ് ചാർജ് ബെൻസീൻ റിംഗിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഈ ആരോമാറ്റിക് ബെൻസീൻ ആണ് അല്ലെങ്കിൽ ആരോമാറ്റിക് ആയിട്ടുള്ള ഡൈസോണിയം സോൾട്ട് ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുക. നമ്മൾ പറഞ്ഞിട്ടില്ല ആരോമാറ്റിക് ആയിട്ടുള്ള ഡൈസോണിയം സോൾട്ട് ആണ് മോസ്റ്റ് സ്റ്റേബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് മക്കളെ? ഇത് ആലിഫാറ്റിക് ആണ്, ഇത് ആരോമാറ്റിക് ആണ്. അപ്പൊ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ആലിഫാറ്റിക് ആണ്, അപ്പൊ ഇത് വരിക. ഇത് ആരോമാറ്റിക് ആണ്, പക്ഷെ സൈഡ് ചെയിനിലാണ് എന്താണ് ഡൈസോണിയം സോൾട്ട് വന്നിരിക്കുന്നത്. സൈഡ് ചെയിനിൽ ഡൈസോണിയം സോൾട്ട് വന്നിരിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ആ പോസിറ്റീവ് ചാർജിനെ അരോമാറ്റിക് റിംഗിലേക്ക് അല്ലെങ്കിൽ ബെൻസീൻ റിംഗിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? അപ്പൊ ഇവനും വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്താണ് മക്കളെ? ആരോമാറ്റിക് എങ്ങനെ നമുക്ക് എഴുതാം? ആരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് more stable than aliphatic ഡൈസോണിയം സോൾട്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡൈസോണിയം സോൾട്ട് എന്താണ്? ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻടു ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലേക്ക് പോസിറ്റീവ് ചാർജിന്റെ ഡിസ്പോസൽ കാരണം കൊണ്ടാണ് അരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് മോർ സ്റ്റേബിൾ ആവാനുള്ള കാരണം. അപ്പോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോട്ട് ചെയ്ത മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രെഡിക്റ്റ് ദ പ്രൊഡക്റ്റ് എന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് എന്താണ് ബെൻസീനെ NaCH അറ്റാച്ച് ചെയ്യാം, ദെൻ NaNO2 സോഡിയം നൈട്രേറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ആ റിയാക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മക്കൾക്ക്. എന്താണ് NaCH3 പ്ലസ് NaNO2 പ്ലസ് HCl. നമ്മൾ ഡൈസോണിയം സോൾട്ടിന്റെ ഒരു പ്രിപ്പറേഷൻ ഇതിൽ പഠിച്ചതാണ്. അപ്പൊ ഇതില് ഇവിടുന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോവാണ്. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട്
NCH3 അവിടെ തന്നെ ഉണ്ട്, നൈട്രജന് മാത്രമേ പോവുള്ളൂ. ഇനി നോക്കുക, അപ്പൊ ഇവിടുത്തെ ഈ ഹൈഡ്രജനും കൂടെ H2 ആയിട്ട് പോയി. പിന്നെ ഇവിടുത്തെ ഈ NAയും അതുപോലെ തന്നെ എന്താണ് ഈ NAയും അതുപോലെ ഈ Clഉം പോവാണ്, ഓക്സിജനും അതുപോലെ തന്നെ പോവാണ് കേട്ടോ മക്കളെ. അപ്പൊ ഇവിടുത്തെ ഈ H ഇവിടുത്തെ ഒരു ഓക്സിജൻ കൂടി ചേർന്ന് അവിടെ എന്തായി, അവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തു. നോക്ക് മക്കളെ, H പോയി, ഇവിടുത്തെ H പോയി, ഇവിടുത്തെ ഒരു ഓക്സിജൻ പോയി, വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഈ NAയും Clഉം കൂടി ചേർന്ന് NaClഉം ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി, NaCl ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. അപ്പൊ ബാക്കിയുള്ളത് നോക്കുക, നമ്മുടെ ഈ നൈട്രജൻ ഉണ്ട്, പിന്നെ NO എന്ന് പറയുന്ന ആളുണ്ട്. അപ്പൊ ഈ നൈട്രജനും എന്ത് ചെയ്യാണ്, നൈട്രജൻ കൂടി ബോണ്ട് ചെയ്യും, ഈ നൈട്രജനും കൂടി ബോണ്ട് ചെയ്യും. പിന്നെ ഉള്ളത് ഈ ഓക്സിജൻ ആണ്, ഓക്സിജൻ ഡബിൾ ബോണ്ട് ആയിട്ട് നൈട്രജനെ ബോണ്ട് ചെയ്യും. മനസ്സിലായി മക്കളെ? അപ്പൊ ആരൊക്കെ പോയി, ഹൈഡ്രജൻ പോയി, ഈ ഓക്സിജനും ഈ ഹൈഡ്രജൻ കൂടി വാട്ടർ എലിമിനേറ്റ് ചെയ്തു, സോഡിയം ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ് നോക്കിയ മക്കളെ, ഏതാണ് പ്രൊഡക്റ്റ് ഡി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഡി ആണ് റൈറ്റ് ആൻസർ, കേട്ടോ മക്കളെ. അപ്പൊ റിയാക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, നമ്മൾ എന്ത് ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടായെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ പ്രിഡിക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് റിയാക്ഷൻസ് എങ്ങനെ വരുമ്പോൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ മക്കളെ. ഓക്കെ, അപ്പൊ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഫൈനൽ പ്രൊഡക്റ്റ് സി ഒബ്ടൈൻഡ് ഇൻ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ വന്നിട്ട് അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഫൈനൽ പ്രൊഡക്റ്റ് എത്രയേക്കാൾ മുമ്പുള്ള ഇന്റർമീഡിയറ്റുകളും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ആ റിയാക്ഷൻ ത്രൂ ഔട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മള് പാരാമീഥൈൽ അനിലിനാണ്. അതിന് നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് ആര് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, എൻഹൈഡ്രൈഡ് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എൻഹൈഡ്രൈഡ് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. C2O എന്ന് വെച്ചാൽ എൻഹൈഡ്രൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നോക്കാം, എൻഹൈഡ്രൈഡ് ആണ്. അതായത് ഇപ്പൊ CH3CO twice O എന്നൊക്കെ പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്, AC2 എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അപ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് എന്താണെന്ന് AC2O എന്നുള്ളത് എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണം, നമ്മളവിടെ ഇനി A കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ A എന്ന് പറയുന്നത് എൻഹൈഡ്രൈഡ് വെച്ചിട്ട് ചെയ്യുമ്പോ ഓൾറെഡി എന്തുണ്ട്, ഇവിടെ NH2 ഉണ്ട്, അതില് H ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് COCH3 വരും. അവിടെ COCH3 വരും. അപ്പോ ഒരു ഓക്സിജൻ ഉണ്ട്, അപ്പൊ NHCOCH3 വരും. അവിടെ പാരാ പൊസിഷനിലുള്ള മീഥൈല് അവിടെ തന്നെ കിടക്കും. അപ്പൊ ഇതാണ് കിട്ടിയത്. ഇനി അതിലേക്ക് വീണ്ടും നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യണം. അതിലേക്കാണ് ഇപ്പൊ A കിട്ടി, അതിലേക്കാണ് നമ്മള് ബ്രോമിനെ ആഡ് ചെയ്തത്. ബ്രോമിനെ അസറ്റിക് ആസിഡിന്റെ പ്രസൻസിൽ ബ്രോമിനെ ആഡ് ചെയ്യണം. അപ്പൊ ബ്രോമിൻ എന്ത് ചെയ്യും, ബ്രോമിൻ എന്ന് പറയുന്നത് വേറെ ഒരു ചേഞ്ചും വരത്തില്ല. NHCOCH3 എന്ന് പറയുന്ന പൊസിഷനില് അതിന് ഓട്ടോ പൊസിഷനില് ബ്രോമിൻ കയറിയിട്ടും അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് ബി എന്ന് പറയുന്നത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ഇതിന് നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോ ഇതിലുള്ള വീണ്ടും ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, NH2CH3Br കിട്ടുന്നു. അപ്പൊ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ സി. അപ്പൊ അവൻ ഏതാന്ന് നോക്കിയിട്ട് NH2 വരുന്നത്, NH2 വരുന്നുണ്ട്, പക്ഷെ ഇവിടെ CH2 ആണ് വരുന്നത്. അപ്പൊ ഇവ വരില്ല, CH3 ആണ് വരുന്നത്. NHCOCH3 ഇപ്പൊ ബി ആണ്. അപ്പൊ ഏതാണ് മക്കളെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. NH2CH3Br. ഓക്കെ മക്കളെ, അപ്പൊ റൈറ്റ് ആൻസർ ബി ആണ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് A കണ്ടുപിടിക്കണം, B കണ്ടുപിടിക്കണം, C കണ്ടുപിടിക്കണം എന്നിട്ടാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടൊരു ചെയിൻ കൺവേർഷൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പൊ കൺവേർഷൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചു വെക്കണം, എന്നാലാണ് കിട്ടുള്ളൂ. അപ്പൊ റിയാക്ഷൻസ് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ മക്കളെ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A റിഡക്ഷൻ നടത്തി B കിട്ടുന്നു, NCHCl3യും KOH വെച്ച് C കിട്ടുന്നു. വീണ്ടും റിഡക്ഷൻ നടത്തി M മെഥിലൈൻ അനിലും കിട്ടുന്നു, M മീഥൈൽ അനിലും കിട്ടുന്നു. Then A is ആ റിയാക്ടന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അനിലിൻ വന്നിട്ടുണ്ട്,
നൈട്രോബെൻസിൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈമറി അമീൻ തന്നിട്ടുണ്ട്, പിന്നെ നമുക്കൊരു സൈനോ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഓപ്ഷനിൽ ഏതാണ് എ എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് തന്നെ നോക്കണം അല്ലെ, ബാക്കിൽ നിന്ന് നോക്കണം. അപ്പൊ എൻ മീഥൈൽ അനിലിൻ എന്ന് പറഞ്ഞാല് NHCH3 ആണ്. അപ്പൊ എന്തായാലും ഒരു എൻ മീഥൈൽ അനിലിൻ എന്ന് വരുമ്പോ റിഡക്ഷൻ ചെയ്തിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ റിഡക്ഷൻ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ എന്തായാലും ഡയറക്റ്റ് നൈട്രജൻ ഗ്രൂപ്പ്, നൈട്രജനിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ഐസോസൈനൈഡ് ഗ്രൂപ്പ് ആയിരിക്കും ആരെന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്. ഐസോസൈനൈഡ് ഗ്രൂപ്പിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പൊ സി എന്ന് പറഞ്ഞ ആൾ എന്തായിരിക്കും നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, NC ആണ്, ഐസോസൈനൈഡ് ആണല്ലോ. അപ്പൊ അവരെ റിഡക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് എൻ മീഥൈൽ അനിലിൻ കിട്ടിയത്. ഇനി നോക്കുക അവനെ, അപ്പൊ ഇവനെ കിട്ടണമെങ്കിൽ CHCl3 KOH അങ്ങനെ ഐസോസൈനൈഡ് കിട്ടണമെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്ന ആളെ എന്തായാലും ആരായിരിക്കണം, എന്തായാലും അനിലിനായിരിക്കണം. എന്തായാലും അവൻ അനിലാണ്. അപ്പൊ അനിലാണ് CH3L-ഉം KOH കൂടി റിയാക്ട് ചെയ്തിട്ട് ഐസോസൈനൈഡ് കിട്ടും. അപ്പൊ നമുക്കത് കിട്ടിയില്ലോ. അങ്ങനെയാണെങ്കിൽ ബി ആരായിരിക്കും, റിഡക്ഷൻ നടത്താണ്, ഇതിലേക്ക് വീണ്ടും റിഡക്ഷൻ നടത്താണ്. അപ്പൊ ആരേനെ റിഡക്ഷൻ ചെയ്യുമ്പോഴാണ് എന്നോട്ട് വരിക, നമുക്കറിയാം. ആരെ റിഡക്ഷൻ ചെയ്യുമ്പോഴാണ് NH2 വരിക, നമുക്കറിയാം. NO2നെ റിഡക്ഷൻ ചെയ്യുമ്പോഴാണ്, ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് അവിടേക്കാണ് ഹൈഡ്രജൻ കൊണ്ടുവരുമ്പോഴാണ് ആരെ കിട്ടുക, നമുക്ക് അനിലിനെ കിട്ടുക. അപ്പൊ ബാക്കിൽ നിന്നാണ് റിയാക്ഷൻ വന്നത്. ബാക്കിൽ നിന്ന് വന്ന റിയാക്ഷൻ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നൈട്രോ ബെൻസിൻ ആണ് പ്രൊഡക്റ്റ്. നൈട്രോ ബെൻസിൻ ആണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോട്ട് ചെയ്തോളൂ മക്കളെ, നോട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് എന്റെ മക്കള് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. Amide may be converted into amines by a reaction named after. അപ്പൊ അമൈഡിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കണം, അമീൻസിന് ഉണ്ടാക്കണം. അപ്പൊ അമൈഡിൽ നിന്ന് അമീൻസിന് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ആ റിയാക്ഷൻ ഒന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് അറിയാം എന്താണ്, അമൈഡ് ആണല്ലേ മക്കളെ. അപ്പൊ അമൈഡ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോ NH2 വരും. ഇതിലേക്ക് നമ്മള് ബ്രോമിനും KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആരാണ്, പ്രൈമറി അമീനെ കിട്ടുന്നു. നമ്മൾ പഠിച്ചതാണ് എന്താണ്, RNH2 എന്ന് കിട്ടുന്നതാണ്. KCO3 LABR-H2O എന്റെ ഒപ്പം തന്നെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ആണ് ആക്ച്വലി ഇത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ നെയിം ചെയ്തത് എന്താണ്, ഹോഫ്മാൻ റിയാക്ഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് മക്കളെ, ഹോഫ്മാൻ റിയാക്ഷൻ ആണ് റൈറ്റ് ആൻസർ. അപ്പൊ റിയാക്ഷൻ ഏത് നോക്കണമെന്നേ ഇല്ല, അമൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഏതാണ്, ഹോഫ്മാൻ റിയാക്ഷൻ ആണ്. ബാക്കിയുള്ളത് വരില്ല നമുക്കറിയാം. വുഡ്സ് റിയാക്ഷൻ വരില്ല, റസ്മണ്ട് റിയാക്ഷൻ വരില്ല, കേസൺ റിയാക്ഷൻ വരില്ല, ഹോഫ്മാൻ റിയാക്ഷൻ തന്നെ. അപ്പൊ റിയാക്ഷൻ എഴുതി നോക്കണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റിയാക്ഷൻ ഇതാണ്. ഓക്കെ മക്കളെ, അപ്പോ നോട്ട് ചെയ്തോളാം. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കിടക്കാം നമുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ നമ്മള് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് ക്ലാസ്സസ് നടക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങളുടെ വേഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈമിന് വേണ്ടിയിട്ടാണ്, വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. അപ്പോ എന്തായാലും നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ.